ആളുകൾ പലതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയാവൂ, അല്ലാതെ ഈ ഫോണിൽ കൂടെയും ടി വി കൂടെ കാണുന്ന പോലെയല്ല. പിന്നെ അവർക്ക് ആവശ്യകത അവിടെ ഇടുന്നുണ്ട്. പിന്നെ എനിക്കറിയാം ഞാൻ അവിടെ എങ്ങനെ നിന്നതെന്നുള്ളത്. അപ്പം എനിക്ക് ഈ നെഗറ്റീവ് പറയുന്നത് ഒന്നും പറയാനില്ല. ഇന്ന് നെഗറ്റീവ് പറയുന്നത് നാളെ എന്തായാലും പോസിറ്റീവ് പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എപ്പോഴും. ഞാൻ ഹാപ്പിയാണ്. ഞാൻ നെഗറ്റീവ് പറയുന്ന കമൻറ്റ് പറയുന്നത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് ചിരിയാണ് വരുന്നത്. ഞാൻ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ചിരി വരും. സത്യം, സീരിയസ്ലി എനിക്ക് ചിരി വരും. പക്ഷേ എന്താ പറയണ്ടേ, അവരുടെ സമയം വെറുതെ നഷ്ടപ്പെടുകയാണ്. ഞാൻ എൻ്റെ സമയം നോക്കി ഞാൻ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഹാപ്പി ആയിട്ട്. അത്രയേ ഉള്ളൂ. ഒരിക്കലും ഇല്ല. പി ആർ എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ മാത്രമല്ല, എന്തോ നമ്മളൊക്കെ നമ്മളാണ് പി ആർ എന്ന് പറഞ്ഞത്. പി ആർ എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. എല്ലാവർക്കും പി ആർ ഉള്ളതാണ്. എല്ലാ ആക്ടേഴ്സിനും എല്ലാ ഇൻഡസ്ട്രി എല്ലാ ഫീൽഡിലും ഉള്ളതാണ് പി ആർ എന്ന് പറയുന്നത്. പൊളിറ്റിക്സിലും പി ആർ ഉള്ളതല്ലേ, എല്ലാവർക്കും പി ആർ ഉള്ളതാണ്. അതുകൊണ്ട് വലിയ തെറ്റായിട്ട് തോന്നുന്നു. അതിപ്പം എന്താ പറഞ്ഞാൽ, ഇപ്പം എനിക്കറിയില്ല. ഇനിയിപ്പം ഞാൻ ഒരു ലേഡി വിന്നർ ആയതിൻ്റെ പ്രശ്നം ആർക്കും ഇഷ്ടപ്പെടാത്തതാണോ, ഇനി അവർക്കത് അറിയില്ല. പ്രത്യേകിച്ച് എല്ലാ സീസണിലും മെയിലാണല്ലോ എപ്പോഴും വിന്നർ ആവുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ലേഡിയാണ് വിന്നറായതിൽ ആർക്കും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പം. ഇല്ലെങ്കിൽ ആർക്കും ഇപ്പം എന്നെ ഇഷ്ടപ്പെടണം, എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. കുറേ കണ്ടസ്റ്റൻസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പം ചേച്ചിക്ക് ഞാൻ വിന്നറാവണമെന്നാണ് ചേച്ചിക്ക് ആഗ്രഹം. അപ്പോൾ വേറൊരാൾ വിന്നറായ ചേച്ചിക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ 25 പേരുണ്ടെങ്കിൽ 25 പേരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും വിഷമം വരും. ഇത്രയും വരെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ എത്തിച്ചിട്ട് അവർ വിന്നറാവത്തിൽ എന്തായാലും വിഷമം വരില്ലേ? ഒരുപാട് സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്തില്ലേ? ബിനീഷ്, അതേപോലെ ഷിയാസിക്ക, ഡയാന, ഒരുപാട് സ്റ്റാർ മാജിക്കിൽ ഒരുപാട് പേര് എന്നെ, സ്റ്റാർ മാജിക്ക് മാത്രമല്ല എന്നെ അറിയാവുന്ന ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേലിൽ പറ്റില്ലാത്തൊരു ഫോൺ. സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടറുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അനുമോള് സ്റ്റാർ മാജിക് ഒരു അറ്റൻഷൻ സീക്കർ ആയിരുന്നു, ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിരുന്നു. അപ്പൊ അങ്ങനെ കുറെ നെഗറ്റീവുകളൊക്കെ വരുന്നു. അങ്ങനെ അറ്റൻഷൻ സീക്കിംഗ് ഒന്നും മൈൻഡ് ചെയ്യാണ്ടിരുന്നോ? ഈ ചെവി കൂടെ കേട്ടി ഈ ചെവി കൂടെ കളയാം. അത്രേ ഉള്ളൂ. ഡയറക്ടർ അറ്റൻഷൻ സീക്കിംഗ് ആണ് അനുമോളെന്ന് പറഞ്ഞത്. സ്റ്റാർ മാജിക്കിലായിരിക്കും. അത് തന്നെയാണ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണത്. പക്ഷെ ബിഗ് ബോസും സ്റ്റാർ മാജിക്കും രണ്ടാട്ടോ. നിങ്ങൾ ഒന്നാണ് കാണരുത്. അതൊരു ഫൺ ഷോയാണ്. അത് സ്ലിമ്മായപ്പോ പറഞ്ഞിട്ടുണ്ട്. എപ്പിസോഡ് 2-3 എപ്പിസോഡ് മാത്രമേ കാണാൻ പറ്റൂ. ഇതിന്റെ പ്രോഗ്രാമും കാര്യങ്ങളായപ്പോൾ കാണണം. എനിക്ക് ആരും കണ്ടിട്ടില്ല. കൂടെ നിന്നവർ തന്നെ ലാസ്റ്റ് തള്ളി പറഞ്ഞപ്പോൾ അങ്ങനെ ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ. അപ്പൊ ഞാൻ അതായിട്ട് എടുക്കുന്നുള്ളൂ. ആടുത്തും പരിഭവം ദേഷ്യമൊന്നുമില്ല. എല്ലാവരും മറുപടി കൊടുക്കണ്ടെന്ന് വിചാരിക്കുകയാണ്. മൈൻഡ് ചെയ്യണ്ട. സന്തോഷമാണ്. അതിശയല്ല. എനിക്ക് തോന്നുന്നു, എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് വന്നവരാണ് എല്ലാവരും. അപ്പം എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്പോൺസർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പറയുന്ന പോലെ ഉപകരണങ്ങളാണെങ്കിലും ഈ പറയുന്ന ഫോണാണെങ്കിലും 10 ലക്ഷം ആണെങ്കിലും പിന്നെ നമുക്ക് ബിഗ് ബാങ്കിന്റെ ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ പോലും എല്ലാവർക്കും അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ഇപ്പൊ ഒരു പ്രോഗ്രാം ലാസ്റ്റ് സ്റ്റാർ പനിഷേറിനൊക്കെ കണ്ട് സംസാരിച്ചായിരുന്നു. കണ്ടു, എല്ലാവരും കണ്ടു, സംസാരിച്ചിട്ടുണ്ട്. നൂറ് എന്ത് പറഞ്ഞു? നൂറായിട്ട് സംസാരിച്ചാണ് എല്ലാവരും. അനു വിജയിച്ച് നാട്ടിൽ പോയ നാട്ടുകാർ ആ ഒരു സ്വീകരണം ഉണ്ടല്ലോ, എത്രത്തോളം അത് ഹേർട്ട് ടച്ചിങ് ആയിരുന്നു? അല്ല, എനിക്ക് എപ്പോഴും തരുന്നതാണ്. കുറച്ച് നാൾക്ക് മുമ്പ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴും ഇതുപോലെ അമ്പലത്തിൽ വെച്ച് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാളും വലിയ സ്വീകരണം ഇപ്പോഴും തന്നു. സന്തോഷമല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നൊരു, അത് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത്. കോൺഫിഡൻസ് സത്യത്തിൽ കൂടിയോ ബിഗ് ബോസിന് ശേഷം? കൂടി. ക്ഷമ എന്താന്ന് കുറച്ച് നന്നായി എല്ലാ കാര്യങ്ങളും പഠിച്ചു. എനിക്ക് ബിഗ് ബോസിനുള്ളിൽ തന്നെ ചിലര് നടിയാണെന്ന് പറഞ്ഞോട്ടെ. നടിയോ? നടി ആയതുകൊണ്ടല്ലേ നടി എന്ന് പറയുന്നത്. കുഴപ്പമില്ല. അതിനുള്ളിൽ അഭിനയിച്ചു, പുറത്ത് അഭിനയം ഒരേ രീതിയാണ്. മനുഷ്യരല്ലേ, അവർക്ക് എന്തും പറയാം. അതുകൊണ്ട് നമ്മളത് കേൾക്കാന്നുള്ള നമ്മുടെ ഇതാണ്. പറഞ്ഞോട്ടെ. അതിനെതിരെ പ്രതികരിച്ചു. എന്തിനെ പ്രതികരിക്കുമ്പോൾ അത് ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് പറയും. എന്തിനാ അങ്ങനെ പറയുന്നുള്ള സംസാരിക്കും. എല്ലാവർക്കും എന്തും പറയാമല്ലോ അതിനകത്ത്. ഒന്നും പറയാൻ പാടില്ല അങ്ങനെയൊന്നുമില്ലല്ലോ. പക്ഷെ അങ്ങനെ ഗെയിം കഴിഞ്ഞപ്പോഴും പലരും ആ ഗെയിമിന്റെ അകത്തുള്ള വിനോദങ്ങളൊക്കെ പുറത്ത് കാണിക്കട്ടെ. നമ്മൾ മൈൻഡ് ചെയ്യാൻ പോലെ അവരോടൊക്കെ വിദ്വേഷമുണ്ടോ? എന്തിനാ
കാണിച്ചിട്ട് ഇപ്പൊ എന്താ കിട്ടാൻ പോകുന്നത്? ഒന്നും കിട്ടാൻ പോകുന്നില്ല. അവരുടെ സമയം വെറുതെ പോകുന്നു, അത്രേ ഉള്ളൂ. ഈ കരഞ്ഞു കിട്ടിയ കപ്പ് എന്ന് പറയുന്നവരോട് എനിക്ക് എനിക്ക് പറയാലോ, എനിക്ക് അങ്ങനെ കരഞ്ഞ് വെറുതെ ഒരാളിരുന്ന് കരയത്തില്ലല്ലോ, എന്തെങ്കിലും റീസൺ വേണ്ടേ? ഞാൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഒരു കരയാൻ വെറുതെ ഇരുന്ന് ചുമ്മാ കരയുന്നത് എന്തിനാ? മെന്റലുണ്ടോ? നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അങ്ങനെ ഒരു കൂടോത്രം